വീഡിയോ ആണ്. സ്റ്റേജ് വെച്ച് പിള്ളേരെല്ലാം ചെന്ന് പിടിച്ചില്ലെങ്കിൽ അവർക്ക് എങ്ങനെ അച്ചടാന്ന് പറയണം. ഒരുപാട് പേരുണ്ട്. മിന്നൂസ് ഈ പ്രായത്തിൽ അപ്പം വർഷയുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. വർഷയുടെ മദർ, വർഷയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വേദിയിലേക്ക് നിൽക്കുകയാണ്. വർഷയുടെ ബ്രദർ അഭിജിത്ത്, അമ്മ ബിന്ദു, ഫാദർ മുരളി. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് കൂടിയാണിത്. നിങ്ങൾ എല്ലാവരും ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും ഒരു മിനിറ്റ് ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കണം. നല്ലൊരു കൈയടി ഇവർക്ക് നൽകാം. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും മധുരമേറിയ ആ ഒരു നിമിഷത്തിന്റെ തുടക്കം തന്നെയാണിത്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേക്കാണ് മുറിക്കുന്ന ആ ഒരു മനോഹര ചടങ്ങിൽ നല്ലൊരു കൈയടി ഇവർക്ക് നൽകണം. ഇട്ടേ നമ്മുടെ മുഖമൊക്കെ പകർത്തുന്ന ആളല്ലേ, ഒത്തിരി ഇഷ്ടമുണ്ട്. വലത് കയ്യിൽ ഇതാണ്, അതുകൊണ്ടാണ് യൂണിഫോം അല്ല മാറിപ്പോ യൂണിഫോം ഇട്ടാ കൊണ്ടുവന്നത്. കഴിച്ചാ ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ കാർത്തിയുടെ കല്യാണം തകർത്ത് വരികയാണ് ഗൈസ്. ചില ആൾക്കാർ ഓർക്കുന്നുണ്ടാക്കും ശ്രുതിക്ക് വട്ടായതാണെന്ന്. ഒരിക്കലും അല്ല, ഇത് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി ടീം അംഗങ്ങളാണ്. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ എന്തു പറയുന്നു തകർത്ത് വരികയാണ്. കാരണം നമ്മുടെ കുഞ്ഞു പൊന്നാണവൻ, നമ്മുടെ കുഞ്ഞു കൊച്ചാണവൻ. നമ്മുടെ ബമ്പർച്ചിരിയൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കാർത്തിയുടെ കല്യാണം നമ്മൾ തകർത്ത് വാരുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ
കാര്യം ഇനി പറയുവാണെങ്കിൽ സുധിക്ക് വേറെ പണിയൊന്നുമില്ല ഇതിൻ്റെ അടുക്ക് കിടക്കുന്നത് ഇതുപോലെ കാണിക്കാതെ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏത് വൈബിലും ഒത്തിപ്പോണമെന്നല്ലേ നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബമ്പർച്ചി ടീം അംഗങ്ങളെല്ലാം കൂടെ തുള്ളി മരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാനായിട്ട് മാറി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനായിട്ട് ഇറങ്ങിച്ചെന്ന് മെഴുകുന്നതാണ്. എന്തിനും പൊളിച്ചടിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ബമ്പർച്ചിലുള്ള ശ്രീകുമാരേട്ടൻ പാട്ടുപാടി, അങ്ങനെ ബമ്പർച്ചിലുള്ള അരുൺ ബെല്ലാൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തു. അങ്ങനെ നല്ല വൈബായിരുന്നു. ഞങ്ങളിവിടെ എന്ത് പറയും, തകർത്ത് വാരി. പിന്നെ എല്ലാവരും ഓർക്കും ഇത് എന്തിനാണ് സുതിമോളെ ഇത്ര നല്ലൊരു പാട്ടും ഡാൻസും വെച്ചിട്ട് സുതിമോൾ ഇവിടെ കിടന്ന് ചവയ്ക്കുന്നത് എന്തിനാണെന്ന്. നമുക്ക് ഈ പാട്ട് കൊണ്ടൊന്നും ഇടാൻ പല പൊന്നുങ്ങളെ, കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും നമ്മുടെ വീഡിയോസിന്. അതുകൊണ്ട് മാത്രം ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് നിങ്ങളെ കാണിക്കാതിരിക്കാനും പറ്റത്തില്ല. വേണമെങ്കിൽ എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാമായിരുന്നു, കട്ട് ചെയ്ത് കാണിക്കാം. പക്ഷേ അല്ല, നമ്മുടെ സന്തോഷം എന്തായിരുന്നു, നമ്മളവിടെ എന്തായിരുന്നു, നമ്മൾ തകർത്ത് വാരിയത് എങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും അറിയണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ചനെയും ബെല്ലാനെയും വിളിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വാന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഭയങ്കര നാണം. എൻ്റെ ശ്രീത്ത് തന്നെ വന്ന് ചൊറിയാൻ നോക്കും. ഞാൻ ഒരു തട്ടും കൊടുത്തു. ശ്രീത്ത് ഞാൻ നോക്കും മല വന്ന് ഇടിച്ചിട്ട് ചെടി പറന്നു പോകുമ്പോൾ ഇതേ പറന്നു പോയി. എന്നിട്ട് അവൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലായിരുന്നു. അവൻ ഭയങ്കര വൈബ്, അവനല്ല അവൻ ഫുള്ള് മൊത്തം വൈബായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാർത്തിയുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റാത്തത് അവിടെ വീഡിയോ അലൈവ്ഡ് അല്ലായിരുന്നു. അവിടെ ബോഡി ഗാർഡ്സ് പോലെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ സ്വീകരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാനും എല്ലാം. ഇങ്ങനെ ബോഡി ഗാർഡ്സ് പോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ നമ്മൾ വീഡിയോ എടുക്കാനോ പിടിക്കാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മൾ വീഡിയോ ഓൺ ആക്കിയപ്പോൾ തന്നെ പറഞ്ഞു ചേച്ചി വീഡിയോ എടുക്കരുത്, വീഡിയോ അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് കാർത്തിയുടെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും അധികം നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ ഓൺലൈൻ മീഡിയ ഒക്കെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പോലും അകത്ത് വന്നിട്ടില്ല. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് കയറാൻ പറ്റിയത് കൊണ്ട് തന്നെ കാർത്തിയുടെ കല്യാണ വീഡിയോസ് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല എങ്കിലും, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വൈബ് നമ്മൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും വലിയൊരു ഗ്രാൻഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ വലിയ ഭാഗവതിയായിട്ട് കരുതുന്നു. കാരണം ഞാൻ പണ്ടൊക്കെ ബമ്പർച്ചിയൊക്കെ TV കണ്ടുകൊണ്ടിരുന്ന സമയത്തൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാർത്തിയെ പോലുള്ള ഒരാളുടെ വലിയൊരു എന്താ പറയുക അത്രയും വലിയൊരാളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിക്കുമെന്നോ ഞാൻ ഫാമിലി ആയിട്ട് അവിടെ ചെല്ലുമെന്നോ ഇതൊക്കെ പങ്കെടുക്കുമെന്നോ ഒന്നും സ്വപ്നത്തിൽ പോലും കരുതിയ ഒരാളല്ലായിരുന്നു. തമ്പുരാൻ എൻ്റെ തലയിൽ വരച്ച വര ഭയങ്കര വലുതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമായിരുന്നോ? വീട് പണി നമ്മൾ ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ അപ്പോൾ എനിക്ക് ജാമ്യം നിൽക്കാൻ ആളുണ്ടായിരുന്നില്ല. അവിടെ ഡിലേ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ സെറ്റായി. ഈ വർഷം ഞങ്ങൾ ദിവസമായിട്ടെല്ലാം സെറ്റായി വരുന്നു. നമ്മളെങ്ങനെ നിങ്ങളുടെ നമ്പർ ഇയാളെ പേര് പറഞ്ഞ നാളെ മുതല ഇതേത് ചാനൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സുജിമോളൻസി ചാനലിൻ്റെ പേര് ബെൽബട്ടൺ അമർത്തിക്കോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അമർത്തിക്കോ. എൻ്റെ ചാനലുകളായിരുന്നു സുജിമോൾ വീട്ടിൽ കൊണ്ടുപോകരെ. അവളെ എന്നെ അല്ല ആക്കുന്നത്, എൻ്റെ മക്കളെ ചേട്ടനെ കൊണ്ടാക്കുന്നത്. ഞാനിത് നേരം പറഞ്ഞു. അതൊക്കെ കിട്ടോ? അത് നമ്മൾ എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. അത് കണ്ടാൽ തന്നെ ആരും എടുക്കില്ല. അഹങ്കാരമൊന്നുമില്ല ടോച്ചിന് മാത്രമേ. ചാനലിൽ വരുന്ന പോയി ഭയങ്കര വയറിലാണല്ലോ ആണോ? മുഖം ഒളിച്ച് ഞാൻ പിടിക്കുന്നില്ല. അവിടെ പിടിക്കുന്ന ഇവന്റെ മോൻ പ്രത്യേകം എടുത്തു. ഇവൻ മറച്ചു. അവൻ ഇച്ചിരി സൗന്ദര്യം കൂടുന്നുണ്ട്. അതിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. അതായത് കുഞ്ഞുമോള്. ഇതിന്റെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നു. അലീഷ എന്നാണ് പേര്. ഞങ്ങൾ വിളിക്കുന്നത് സുണ്ടു എന്നാണ്. ഇവര് അമീഷ, അലീഷ. ഓക്കെ ബൈ.